ഇതുവരെ നമ്മൾ പഠിച്ചതെല്ലാം അനലോഗ് ഇലക്ട്രോണിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് കണ്ടിന്യൂസ്ലി മാറിക്കൊണ്ടിരിക്കുന്ന കണ്ടിന്യൂസ്ലി വേരിയിങ് സിഗ്നൽ. ഉദാഹരണം ഒരു സൈൻ വേവ്, സൈൻ സിഗ്നൽ ഓർ കോസ് സിഗ്നൽ, അതെല്ലാം ഒരു അനലോഗ് സിഗ്നലാണ്. അങ്ങനത്തെ കണ്ടിന്യൂസ് സിഗ്നലിനെ ഡീൽ ചെയ്യുന്ന, അതായത് കണ്ടിന്യൂസ്ലി വേരിയിങ് എന്ന് എടുക്കാം, അങ്ങനെ ഡീൽ ചെയ്യുന്ന ഇലക്ട്രോണിക്സ് ആണ് അനലോഗ് ഇലക്ട്രോണിക്സ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ അവിടെ 2 സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ, ഹൈ ലോ. അതിനെ വേണമെങ്കിൽ 1-0 എന്ന് പറയാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഓൺ ഓഫ് എന്നും പറയാം. So electronics can be divided into analog electronics and digital electronics. Analog electronics deals with continuously varying signals, while digital electronics deals with high, low, 1, high, low, or 1-0 or on off. ഇതെല്ലാം ഒരേ സംഭവമാണ്. ചിലപ്പോൾ 1-0 എന്ന് പറയും, ചിലപ്പോൾ ഹൈ ലോ എന്ന് പറയും, ചിലപ്പോൾ ഓൺ ഓഫ് എന്ന് പറയും. അപ്പോൾ ഏതായാലും 2 സ്റ്റേറ്റ് മാത്രമേ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ വരുന്നുള്ളൂ. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. അപ്പോൾ അവിടെ ഫണ്ടമെൻ്റൽ ആയിട്ട് പഠിക്കേണ്ടത് ലോജിക് ഗേറ്റ്സ് ആണ്. അതായത് ഗേറ്റ് എന്നുള്ള വാക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അർത്ഥത്തിൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ആൾക്കാരെ അകത്തേക്കും പുറത്തേക്കും കടത്തിവിടാൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അതിൽ കൂടെയാണ് നമ്മൾ ആൾക്കാരെ അകത്തേക്കും പുറത്തേക്കും കടത്തിവിടാൻ അനുവാദം കൊടുക്കുന്നത്. അപ്പം അതേമാതിരി എന്തൊക്കെയോ ഒരു ലോജിക് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഗേറ്റ്സ് ആണ് ലോജിക് ഗേറ്റ്സ് ഇൻ ഇലക്ട്രോണിക്സ്. ഡെഫിനിഷൻ രൂപത്തിൽ പറയുകയാണെങ്കിൽ ദേ ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക്, ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയാം. So logic gates are basic building blocks of digital electronic circuits. ഇനി കൂടുതലായി പറഞ്ഞാൽ ലോജിക് ഗേറ്റ്സിനെ കുറിച്ച് നമുക്കിപ്പോൾ ഒരു ധാരണയായി. They form the fundamental building block of digital electronics. They usually have one output and one or more input. Now there are 3 types of fundamental logic gates. The first is AND gate. Let us see what is an AND gate. This is an AND gate. ഇങ്ങനെയാണ് അതിൻ്റെ സിമ്പിൾ. It has got 2 inputs A and B, and the output I have denoted as X. Now this is the next fundamental gate OR gate. അത് ഇങ്ങനെ കർവ് ചെയ്തിട്ടാണ് 3 സൈഡും വരയ്ക്കേണ്ടത്. Inputs are A and B and the output is X. The third fundamental gate is NOT gate. ഒരു ചെറിയ ട്രയാങ്കിൾ, അറ്റത്തൊരു ബബിള്, അതാണ് അതിൻ്റെ സിമ്പിൾ. ഇൻപുട്ട് ഇസ് A and output is X. അപ്പോൾ ഇവിടെ ഒരു ഇൻപുട്ടേ ഉള്ളൂ. While AND OR has got 2 inputs. ഇനി ഇതിൻ്റെ പ്രവർത്തനം ഒന്ന് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. When you give some input, what will be the output? നമ്മൾ പറഞ്ഞു ഇവിടെ ഇൻപുട്ട് എപ്പോഴും 2 കണ്ടീഷനേ ഉള്ളൂ, ഹൈ ലോ അല്ലെങ്കിൽ 1-0. 2 ഇൻപുട്ടുകളെ പോസിബിൾ ഉള്ളൂ. So what are the possible combinations of input? എയും ബിയിനും എന്തൊക്കെ കോമ്പിനേഷൻസ് പറ്റും?
A can be 0, B can be 0, or A can be 0, B can be 1, A can be 1 and B can be 0, A can be 1 and B can also be 1. So 4 types of combinations are possible for A and B, 2 inputs. So these are the inputs. Now let us find what is the output. ഈ വാക്കിന്റെ അർത്ഥം പോലെ ആൻഡ് എന്നുള്ള വാക്ക് ഇതും ഹൈ ആയിരിക്കുമ്പോൾ മാത്രമേ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കുള്ളൂ. അതാണ് ആൻഡ് ഗേറ്റിന്റെ ഫംഗ്ഷൻ. വെൻ ഓൾ ദി ഇൻപുട്സ്, ഇനി ഒരു മൂന്നാമത്തെ ഇൻപുട്ട് ഉണ്ടെന്ന് വിചാരിച്ചോളൂ, അപ്പോഴും അതെ. ഇഫ് ഓൾ ദി ഇൻപുട്സ് ആർ ഹൈ, then you will have a high output. ഒന്നും കൂടെ പറയാം, എപ്പോഴാണ് ആൻഡ് ഗേറ്റ് ഹൈ ഔട്ട്പുട്ട് തരിക? എല്ലാ ഇൻപുട്ടും ഹൈ ആണെങ്കിൽ മാത്രമേ ആൻഡ് ഗേറ്റിന് ഹൈ ഔട്ട്പുട്ട് ഉണ്ടായിരിക്കുള്ളൂ. ആ ഒരു കണ്ടീഷൻ മാത്രം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ എന്താ, എ ബിയും ലോ ആണ്. സോ ഔട്ട്പുട്ട് വിൽ ബി ലോ. എ ലോ, ബി ഹൈ, ഔട്ട്പുട്ട് വിൽ ബി ലോ. കാരണം ഈ ഇൻപുട്ട് ലോ ആണല്ലോ. ഇവിടെയും അതേ, ഒരു ഇൻപുട്ട് ലോ ആണ്, അപ്പോൾ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കില്ല. ഇവിടെയോ ലാസ്റ്റ് കണ്ടീഷൻ, എ ഇസ് ഹൈ ആൻഡ് ബി ഇസ് ഹൈ. എ ഇസ് ഹൈ ആൻഡ് ബി ഇസ് ഹൈ. അപ്പോൾ എന്താണ് ഔട്ട്പുട്ട്? ഓൺലി ഫോർ ദാറ്റ് കണ്ടീഷൻ ദി ഔട്ട്പുട്ട് എക്സ് വിൽ ബി ഹൈ. വൈന് പകരം എക്സ് ആണ് കൊടുത്തത്. ഓക്കെ, എക്സ്. The X output will be high. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് ട്രൂത്ത് ടേബിൾ. It is in fact an illustration of how the output varies with input, or it shows all the conditions of input and output for a given gate. Such a table is called truth table. TRUTH, truth table. ഇതാണ് ട്രൂത്ത് ടേബിൾ ഓഫ് ആൻഡ് ഗേറ്റ്. അപ്പോൾ ആൻഡ് ഗേറ്റിന്റെ പ്രവർത്തനം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എപ്പോൾ എല്ലാ ഇൻപുട്ടും ഹൈ ആയിരിക്കുന്നുവോ അപ്പം മാത്രമേ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കുള്ളൂ. ഇനി നമുക്ക് ഓർ ഗേറ്റിനെ നോക്കാം. അവിടെയും 2 ഇൻപുട്ട് ഉണ്ട്, ഒരു ഔട്ട്പുട്ട് ഉണ്ട്. എയും ബിയും ആണ് ഇൻപുട്ട്. എന്തൊക്കെ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് എ ആൻഡ് ബി ഉണ്ട്? A0 ആം, B0 ആം, A0, B1, A1, B0 ആൻഡ് A1 ആൻഡ് B1. ഇങ്ങനെ 4 കോമ്പിനേഷൻസ് ആണ് പറ്റുക. ഒന്നുമില്ല, ഇത് 0, ഇതും 0, അല്ലെങ്കിൽ 0, 1, അല്ലെങ്കിൽ 1, 0, അല്ലെങ്കിൽ 1, 1. ഈ 4 കണ്ടീഷനും നമുക്ക് നോക്കാം ഔട്ട്പുട്ട് എങ്ങനെയിരിക്കും. സോ ദിസ് ഇസ് എ ഓർ ഗേറ്റ്. ആ വാക്കിൽ നിന്ന് തന്നെ അതിൻ്റെ പ്രവർത്തനം ക്ലിയർ ആണ്. ഓർ എന്ന് പറയുമ്പോൾ ദിസ് ഓർ ദിസ്, ഇഫ് ഇറ്റ് ഇസ് ഹൈ യു വിൽ ഗെറ്റ് എ ഹൈ ഔട്ട്പുട്ട്. അതായത് ഇഫ് എനി വൺ ഓഫ് ദി ഇൻപുട്ട് ഇസ് ഹൈ യു വിൽ ഗെറ്റ് എ ഹൈ ഔട്ട്പുട്ട്. ആൻഡ് ഗേറ്റിൽ എന്താണ് പറഞ്ഞത്? ഇഫ് all the inputs are high you will get a high output. ഇവിടെ പറയുന്നത് if any one of the input is high you will get a high output. അപ്പോൾ ഒന്ന് എഴുതുക നമുക്ക്. ഇവിടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0, 0 എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ടും ഹൈ അല്ല, അപ്പോൾ ഔട്ട്പുട്ട് ഇല്ല. ഇനി 0, 1 എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ട് ഹൈ ആണ്, ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. 1, 0 എന്ന് പറഞ്ഞാലും ഒരു ഇൻപുട്ട് ഹൈ ആണ്, സോ ഔട്ട്പുട്ട് വിൽ ബി ഹൈ. ഇനി 1, 1 എന്ന് പറഞ്ഞാലും നോക്കേണ്ട കാര്യമില്ല, ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിൽ തന്നെ ഓർ ഗേറ്റിന് ഹൈ ഔട്ട്പുട്ട് ആണ് കിട്ടുക. സോ ദിസ് ഇസ് ദ ട്രൂത്ത് ടേബിൾ ഫോർ ഓർ ഗേറ്റ്. ഇൻപുട്ട് കണ്ടീഷൻസ്, ഔട്ട്പുട്ട് കണ്ടീഷൻസ്. സോ ട്രൂത്ത് ടേബിൾ gives all the combinations or all the possible combinations of inputs and outputs.
അടുത്ത ഗേറ്റ് നോട്ട് ഗേറ്റ്. ഇവിടെ നോട്ട് ഗേറ്റിന്റെ സിമ്പിൾ പറഞ്ഞു. ഇവിടെ ഒരു ഇൻപുട്ടേ ഉള്ളൂ. അപ്പോൾ ഇൻപുട്ട് എ എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ ഹൈ ആയിരിക്കാം അല്ലെങ്കിൽ ലോ ആയിരിക്കാം. സോ ഇഫ് ദ ഇൻപുട്ട് ഇസ് ഹൈ, ദിസ് ഇസ് എ നോട്ട് ഗേറ്റ്. നോട്ട് എന്ന് പറഞ്ഞാൽ അല്ലാതെ ആക്കും എന്ന് വിചാരിക്കാം. അപ്പോൾ ഹൈ ആണെങ്കിൽ ഈ ഗേറ്റ് അതിനെ ഹൈ അല്ലാതെ ആക്കും, നോട്ട് ആക്കി തീർക്കും, നോട്ട് ഹൈ ആക്കും, അതായത് ലോ ആക്കി മാറ്റും. ഇനി ഇൻപുട്ട് ലോ ആണെങ്കിലോ, അപ്പൊ അത് ലോ അല്ലാതെ ആക്കി തീർക്കും, നോട്ട് ലോ ആക്കി തീർക്കും. അപ്പൊ എന്താ നോട്ട് ലോ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഇസ് ഹൈ. സോ ദിസ് ഇസ് എ ലോജിക് ട്രൂത്ത് ടേബിൾ ഓഫ് നോട്ട് ഗേറ്റ്. When the input is high, output is low. When the input is low, output is high. അപ്പോൾ ഈ മൂന്ന് ഗേറ്റും കൂടെ ഒന്നും കൂടെ റിവൈസ് ചെയ്യാം. ആൻഡ് ഗേറ്റ്, it gives a high output only when all the inputs are high. ഇപ്പോൾ ട്രൂത്ത് ടേബിളിൽ നോക്കുക, എല്ലാ ഇൻപുട്ടും ഹൈ ആയിരിക്കുമ്പോൾ മാത്രം ഔട്ട്പുട്ട് ഹൈ വരയ്ക്കുക, ബാക്കി എല്ലാ കേസും ലോ ആയിരിക്കും. ഓർ ഗേറ്റ്, if any one of the input is high, output will be high. അപ്പോൾ എല്ലാ കോമ്പിനേഷൻസ് ഓഫ് ഇൻപുട്ട് ആദ്യം എഴുതുക, എന്നിട്ട് നോക്കുക ഏതെങ്കിലും ഇൻപുട്ട് ഹൈ ആയിട്ടുണ്ടെങ്കിൽ ആ കണ്ടീഷൻ ഹൈ ഔട്ട്പുട്ട് തരും. ഇപ്പോൾ ഇവിടെ 0 0 1 വന്നപ്പോൾ 0 1 1 1 ആണ് വന്നത് ഔട്ട്പുട്ട്, ഇതേ കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ടിന്. നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ഇൻപുട്ട് അത് അല്ലാതെ ഔട്ട്പുട്ട് ആക്കും. സോ 1ൻ്റെ ഔട്ട്പുട്ട് 0, 0ൻ്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ദാറ്റ് ഇസ് നോട്ട് ഗേറ്റ്. ഇനി അടുത്തതായിട്ട് ഈ മൂന്ന് ഗേറ്റുകളും എങ്ങനെയാണ് ഇതിപ്പോൾ നമ്മളൊരു സിമ്പിൾ മാത്രമാണ് വരച്ചത്, ഒരു സർക്യൂട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇത് അതിൻ്റെ സിമ്പിൾ മാത്രമാണ്. ഈ പ്രവർത്തനം കിട്ടുന്ന ഒരു സർക്യൂട്ട് നമുക്ക് ഉണ്ടാക്കാം. ഈ പറഞ്ഞ ട്രൂത്ത് ടേബിൾ കിട്ടുന്ന തരത്തിൽ ഡയോഡ് ഉപയോഗിച്ച് ഇവിടെ ഒരു സർക്യൂട്ട് ഉണ്ടാക്കാം. അതാണ് ശരിക്കുള്ള ആൻഡ് ഗേറ്റിന്റെ സർക്യൂട്ട് യൂസിങ് ഡയോഡ്. ഇതേപോലെ ഓർ ഗേറ്റും ഡയോഡുകൾ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാം. നോട്ട് ഗേറ്റ് ഉണ്ടാക്കുന്നത് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ട്രൂത്ത് ടേബിൾ ഇതിൻ്റെ എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. 3 ഗേറ്റ്, അതിൻ്റെ സിമ്പിൾ ട്രൂത്ത് ടേബിളാണ്. ഇനി അടുത്ത സ്റ്റേജ് ചെയ്യാൻ പോകുന്നത് ഈ ഗേറ്റിനെ ഡയോഡ് ഉപയോഗിച്ച് എങ്ങനെ കൃത്യമായി ഈ പ്രവർത്തനമുള്ള ഒരു ഗേറ്റ് ഉണ്ടാക്കാം. ഇത് വെറും സിമ്പിൾ മാത്രമാണ്. ഓർ ആൻഡ് ഡയോഡ് ഉപയോഗിച്ചുണ്ടാക്കും. നോട്ട് ഗേറ്റ് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡയോഡ്സ് ഉപയോഗിച്ച് നമുക്ക് ഒരു ആൻഡ് ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യാം. 2 ഡയോഡുകൾ, ആ ഡയോഡിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ഇവിടെയും പോസിറ്റീവ് ടെർമിനൽ ഇവിടെയുമായിട്ട് വരണം. അതിൻ്റെ 2 പോസിറ്റീവ് ടെർമിനൽസും കൂടെ കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെയാണ് ഔട്ട്പുട്ട് എക്സ് കിട്ടുക. ഇതൊരു ലോഡ് റെസിസ്റ്റൻസ് ആണ്, ഇതൊരു ബാറ്ററി സപ്ലൈ ആണ്, ഇത് എർത്ത് പോയിന്റ് ആണ്. ഈ പോയിന്റും ഇവിടെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇൻപുട്ട് എ ആൻഡ് ഇൻപുട്ട് ബി. അപ്പോൾ ഇവിടെ ഇൻപുട്ട് എ ഹൈ എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് ഇങ്ങോട്ട് കണക്ട് ചെയ്യണം. ബി ഹൈ എന്ന് പറയുമ്പോൾ ബി ഇതിലേക്ക് കണക്ട് ചെയ്യണം. ലോ എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യണം. ബി ലോ എന്ന് പറഞ്ഞാൽ ബിനെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യണം. ഈ ഒരു സർക്യൂട്ട് തരുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് കണ്ടീഷൻ അല്ലെങ്കിൽ ട്രൂത്ത് ടേബിൾ ഇതാണ്. അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഇതിൻ്റെ വർക്കിംഗ് മെക്കാനിസം ഒന്നും കൂടെ പറയാം. When this A and B are kept 0, അതായത് എയും ബിയും ഗ്രൗണ്ട് പൊട്ടൻഷ്യലിലേക്ക് കണക്ട് ചെയ്യാണ്. ലോ എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ. അപ്പൊ എന്താണ് ഈ ഡയോഡിന് ഡയോഡ് D1 എന്ന് വിളിക്കാം. ഇത് ഡയോഡ് D2. ഡയോഡ് D1നും D2നും ഇപ്പൊ എന്താണ് ഇവിടെ നിന്ന് പ്ലസ് വോൾട്ടേജ് പോസിറ്റീവ് ടെർമിനലിലേക്ക് പോകുന്നുണ്ട്. ഇത് അപ്പോൾ ഫോർവേഡ് ബൈസ്ഡ് ആണ്.
ഈ രണ്ട് ഡയോഡും ഫോർവേഡ് ബയസ്ഡ് ആണ്, അപ്പോൾ ഇത് കണ്ടക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആയിരിക്കും. ഇനി A0 B ഹൈ എന്ന് പറയുമ്പോൾ ഈ ഡയോഡിന് A0 ആണ്, അപ്പോൾ ഇത് ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ ആണ്, ഇവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ, ദിസ് വിൽ കണ്ടക്ട്. പക്ഷെ രണ്ടാമത്തെ ഡയോഡിന് B ഹൈ എന്നാ പറഞ്ഞത്, B1 ഇവിടെയും ഹൈ, രണ്ട് സ്ഥലത്തും ഹൈ ആയതുകൊണ്ട് ഫോർവേഡ് ബയസിംഗ് ഇല്ല, ഇത് കണ്ടക്ട് ചെയ്യില്ല. പക്ഷെ ഇത് കണ്ടക്ട് ചെയ്യും. സോ കറണ്ട് വിൽ പാസ് ത്രൂ ദിസ്, ആൻഡ് ആസ് ദ കറണ്ട് ഫ്ലോസ് യു വിൽ നോട്ട് ഗെറ്റ് എൻ ഔട്ട്പുട്ട്. ഇനി അതേപോലെ തേർഡ് കണ്ടീഷൻ 1 0. ഇനി ലാസ്റ്റ് കണ്ടീഷൻ ആണെങ്കിലോ 1 1. അപ്പോൾ ഇവിടെയും 5 വോൾട്ട് ആണെന്ന് വിചാരിക്കൂ, ഇവിടെയും 5 വോൾട്ട് ആണ്. അപ്പോൾ പോസിറ്റീവ് ടെർമിനലിനും 5 വോൾട്ട്, നെഗറ്റീവ് ടെർമിനലും ഇങ്ങോട്ട് ഹൈയിലേക്ക് കണക്ട് ചെയ്യും 5 വോൾട്ട്. അപ്പോൾ എന്താണ്, ദിസ് ഇസ് നോട്ട് ഗെറ്റിംഗ് എ ഫോർവേഡ് ബയസ്ഡ് ബയസിങ്. കാരണം പി ടൈപ്പിനും എൻ ടൈപ്പിനും പോസിറ്റീവ് 5 ആണ് കൊടുക്കുന്നത്. സോ ദർ ഇസ് നോ ഫോർവേഡ് ബയസിങ്, and as a result this 5 volt will appear across this RL. There is no current conduction for this path, so your output will be high. So this is how the AND circuit works. ഇനി നമുക്ക് OR ഗേറ്റിന്റെ റിയൽ സർക്യൂട്ട് നോക്കാം. ഡയോഡ് ഉപയോഗിച്ച് രണ്ട് ഡയോഡാണ്, പക്ഷേ ഇവിടെ ഡയോഡ് നെഗറ്റീവ് പോസിറ്റീവായി വെച്ചപ്പോൾ ഇവിടെ പോസിറ്റീവ് നെഗറ്റീവായി റിവേഴ്സ് ആയിട്ടാണ് വെക്കുന്നത്. പിന്നെ സർക്യൂട്ടിലുള്ള വ്യത്യാസം, ഇവിടെയുള്ള പവർ സപ്ലൈ 5 വോൾട്ട് ഇവിടെ ഇല്ല. ഇങ്ങനെ രണ്ട് വ്യത്യാസങ്ങളാണുള്ളത്. ഡയോഡ് ഇതിനെ അപേക്ഷിച്ച് തിരിച്ചു വെക്കണം, ഈ പവർ സപ്ലൈ ആവശ്യമില്ല. അപ്പം ഇവിടെ എന്താണ് ഉണ്ടാവുന്നത്, 0 കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി 0ലേക്ക് പോവും, ഗ്രൗണ്ടിലേക്ക് പോവും. പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ഡയോഡ് ഗ്രൗണ്ടിലേക്ക് പോകും 0 കണ്ടീഷൻ പറയുമ്പോൾ. അപ്പോൾ എന്താണ്, ദർ ഇസ് നോ ബയസിങ് ഫോർ ദ ഡയോഡ്, സോ യു വിൽ നോട്ട് ഗെറ്റ് എ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദിസ് ആൻഡ് ഹെൻസ് യു വിൽ നോട്ട് ഗെറ്റ് എൻ ഔട്ട്പുട്ട്. സോ 0 കണ്ടീഷൻ വരുമ്പോൾ ഔട്ട്പുട്ട് 0 ആയിരിക്കും. കാരണം ഇവിടെ കറണ്ട് ഒഴുകില്ല, ഡയോഡിന് ഫോർവേഡ് ബയസിങ് ഇല്ല. ഇനി 0 1 നോക്കാം. 0 1 അപ്പോൾ ഈ ഡയോഡിന് ഫോർവേഡ് ബയസിംഗ് ഇല്ല, പക്ഷേ ഇവിടെ 1, ദിസ് പോയിന്റ് ഇസ് കണക്റ്റഡ് ടു ഹിയർ, +5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യാണ്. സോ ദിസ് ഹാസ് ഗോട്ട് എ ഫോർവേഡ് ബയസ്. സോ ദിസ് ഡയോഡ് വിൽ കണ്ടക്ട് ആൻഡ് ദ കറണ്ട് വിൽ ഫ്ലോ ഇൻ ദിസ് മാനർ. So you will get an output across RL. Output എടുക്കുന്നത് RLന്റെ across ആണ്. So you will get a high output for 0 1 condition. Next is 1 0 1 0. So this will be connected to the +5 volt. 0 എന്ന് പറയുമ്പോൾ this will be connected to ground. Okay. ഇവിടെ ഇങ്ങനെ കണക്ഷൻ വരും, ഇത് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യും. ഇതാണ് 1 0 എന്നുള്ള കണ്ടീഷൻ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താണ്, ദിസ് ഡയോഡ് ഇസ് ഗെറ്റിംഗ് എ ഫോർവേഡ് ബയസ്ഡ്, കറണ്ട് വിൽ ഫ്ലോ ത്രൂ ദിസ്. ആദ്യത്തെ കണ്ടീഷൻ 0 1 ആയിരുന്നു, അപ്പോൾ ഇത് 0 ഇത് 1. ഇപ്പോഴത്തെ കണ്ടീഷൻ 1 0 1 0. സോ കറണ്ട് വിൽ ഫ്ലോ ത്രൂ ദിസ് ഡയോഡ് ആൻഡ് യു വിൽ ഗെറ്റ് എൻ ഔട്ട്പുട്ട്. ഇനി ലാസ്റ്റ് കണ്ടീഷൻ 1 1 1 1 എന്ന് പറയുമ്പോൾ both the diodes will be connected to the +5 volt. അപ്പോൾ രണ്ട് ഡയോഡും കണ്ടക്ട് ചെയ്യും. ഒന്ന് കണ്ടക്ട് ചെയ്താലും മതി കറണ്ട് ഒഴുകാൻ, ഇപ്പോൾ രണ്ടും കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഏതായാലും കറണ്ട് ഒഴുകും, ഔട്ട്പുട്ട് അതേപോലെ ഹൈ ആയി കിട്ടും. സോ യു ക്യാൻ റീപ്രൊഡ്യൂസ് ദിസ് ട്രൂത്ത് ടേബിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയോഡ് സർക്യൂട്ട് ഫോർ OR ഗേറ്റ്. ഇനി അടുത്തത് നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റ് ഉണ്ടാക്കുന്നത് ഒരു ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചാണ്. ഒരു ട്രാൻസിസ്റ്റർ RC എന്ന് പറയുന്ന ഒരു
കളക്ടർ റെസിസ്റ്റൻസ് R1 R2 എന്ന് പറയുന്ന രണ്ട് ഇൻപുട്ട് റെസിസ്റ്റൻസ്. എമിറ്റർ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഔട്ട്പുട്ട് എടുക്കുന്നത് കളക്ടറിൽ നിന്നാണ്. ഔട്ട്പുട്ട് കളക്ടറിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ എ ഇൻപുട്ട് 0 ആയിരിക്കുമ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ ബയസിങ് കിട്ടുന്നില്ല, ബേസ് എമിറ്റർ ബയസിങ് കിട്ടുന്നില്ല, ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യില്ല. അതുകൊണ്ട് ഈ പോയിന്റ് ഈ പ്ലസ് VCC പൊട്ടൻഷ്യലിൽ തന്നെ ആയിരിക്കും. സോ ഔട്ട്പുട്ട് വിൽ ബി ഹൈ. When the input is 0, the output will be high. In first case, when input is high, ഇവിടെ ഒരു ഇൻപുട്ട് ഹൈ ആയി കൊടുത്താൽ base emitter junction of the transistor will get a forward biasing. The transistor will conduct. So the output voltage at this point will be 0. ഈ പോയിന്റും ഇതും തമ്മിലാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്, ഗ്രൗണ്ടും തമ്മിൽ. സോ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവില്ല, കറണ്ട് ഇങ്ങനെ ഒഴുകി പോകുന്നത് കൊണ്ട്. സോ ദി ഔട്ട്പുട്ട് വിൽ ബി 0. സോ ഫോർ എ ഹൈ ഇൻപുട്ട് ദി ഔട്ട്പുട്ട് വിൽ ബി ലോ. അപ്പം നമ്മൾ ഇന്ന് കണ്ടത് 3 ടൈപ്പ് ഓഫ് ലോജിക് ഗേറ്റ്സ്, ഫണ്ടമെൻ്റൽ ലോജിക് ഗേറ്റ്സ് കണ്ടു. അതിൻ്റെ സിമ്പിൾ നോക്കി, അതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കി. ഇനി എങ്ങനെയാണ് ആ ലോജിക് ഗേറ്റ്സ് ഉണ്ടാക്കുന്നത് നോക്കി. ആൻഡും ഓറും ഡയോഡ്സ് ഉപയോഗിച്ചുണ്ടാക്കി, നോട്ട് ഗേറ്റ് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് ഉണ്ടാക്കി. അപ്പോൾ ഇതാണ് ഫണ്ടമെൻ്റൽ ഗേറ്റ്സ്. താങ്ക് യു.